ഹായ് ചേച്ചി. ഹായ്, ഹലോ. ഈ ബിഗ് ബോസിലേക്കുള്ള എൻട്രി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് ചേച്ചിക്ക് എന്താണ് ആൻസർ പറയാനുണ്ടാവുക? എൻട്രി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു +2 കഴിഞ്ഞ ശേഷം ഫ്രീക്വന്റ് TV വാച്ചർ അല്ല. ഉം. ഞാൻ പുസ്തകങ്ങളാണ് കൂടുതലും ഞാൻ വായിക്കുന്നത്. ഇപ്പോഴും ഞാൻ സിനിമകൾ കാണും എനിക്ക് തോന്നിയെന്നൊക്കെ, അല്ലാതെ ഞാൻ ന്യൂസ് ഞാൻ അത് നല്ലതാണെന്നൊന്നും പറയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് സമയം ഇലക്ട്രോണിക്സിന് മുമ്പിൽ ഇരിക്കാൻ ഭയങ്കര പണിയാണ്, പ്രത്യേകിച്ചും ടിവിയുടെ. അപ്പൊ ഞാനിപ്പോ TV ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഞാൻ താമസിച്ച ഒരു സ്ഥലത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെറ്റില് കാണും എന്നല്ലാതെ പുസ്തകം വായിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബിഗ് ബോസ് വന്നപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എന്നെ വിളിച്ച് നേരിട്ട് വിളിച്ചതാണ്. മേ ബി എൻ്റെ ഈ അലമ്പ് കണ്ടിട്ടായിരിക്കാം ആ സമയത്ത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാതെയാണ് പോയി കൊടുക്കുന്നത്. അപ്പൊ ചെറുതായിട്ട് എന്തൊക്കെയോ അവിടെ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് ബോസ് സീസൺ പോലും ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. അവരെന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ നിങ്ങളായിട്ടിരുന്നാൽ മതി, ശരി. പക്ഷെ പിന്നെ എനിക്ക് അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാവുന്ന അതിന്റെ അകത്ത് നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീസൺ ഭയങ്കര ജെനുവിൻ സീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്, കുറച്ചും കൂടി. അതെ, കാരണം നമ്മൾ ബാക്കിയുള്ള പ്രീ പ്ലാൻഡ് അല്ല. സീസൺസിനേക്കാളും അതെ. അപ്പോ അതിന്റെ ഉള്ളിൽ നടക്കുന്ന അടിയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ജെനുവിൻ ആണ്. ജെന്യുവൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം ബിഗ് ബോസിനാണ്. ഇപ്പൊ പക്ഷെ ഞാൻ എന്തിനു ചേർന്നെന്ന് വെച്ചാല് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് ഒരു സ്ഥാപനം ഇട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഇല്ല നിങ്ങളുടെ ക്യാരക്ടർ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഓക്കെ ഫൈൻ, ഞാൻ കംഫർട്ടബിൾ. ഞാൻ ജെനുവൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളെ അടിയാണെങ്കിൽ എന്തായാലും പോയി നോക്കാം. പക്ഷെ ഞാൻ കുറച്ചും കൂടി അതിനെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പോകത്തില്ലായിരുന്നു. കാരണം എനിക്ക് പറ്റിയൊരു സിറ്റുവേഷൻ. അവരെന്നെ പിന്നെയും വിളിച്ചു. പക്ഷെ അത് ഇപ്പൊ എനിക്ക് അറിയാലോ ബിഗ് ബോസ് എന്താന്ന്. ഇപ്പൊ എനിക്ക് അതിനെ വർക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ പോയാൽ ഞാൻ ഫേക്ക് ആവും. ഓക്കെ. അപ്പൊ അത് എനിക്ക് ദോഷമാണ്. ഫോർ മൈ ബീങ് അത് ദോഷമാണ്. ഇനി ചെല്ലുമ്പോ എനിക്ക് അവരെ മൂവ്മെന്റ് വാച്ച് ചെയ്തിട്ടേ ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് എനിക്കിഷ്ടമല്ല. ഓക്കെ. അത് ചെയ്യാം, റിയൽ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ 24 hours ചെയ്താൽ ഇറ്റ് വിൽ അഫക്ട് മൈ പേഴ്സൺ. അതുകൊണ്ട് ഇനി ചിലപ്പോ പോകാൻ ചാൻസ് ഇല്ല. ആ ഒരു സീസണിൽ കണ്ട ഹിമ എന്ന് പറയുന്നതും ഇപ്പൊ ഉള്ള ഹിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടോ? ആ സീസണിൽ കണ്ട ഹിമ എന്ന് പറഞ്ഞതിന് എനിക്ക് തോന്നുന്നു കുറച്ച് അവര് പ്രൊജക്ട് ചെയ്ത ഹിമയല്ല ഞാൻ ശരിക്കും. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ എന്ന് അതെ, തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. കാരണം എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ്. കാരണം അവര് ദേ മിസ് ദ റിയൽ ഫൈറ്റ്. അപ്പൊ ഓരോ വർഷം കഴിയുന്നോറും ഇപ്പൊ ഇന്നാളെ എന്നോട് ഒരാൾ കണ്ടപ്പോ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ആ സീസൺ നല്ലായിരുന്നു കേട്ടോ, ഞാൻ ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അല്ല നല്ലായിരുന്നു നിങ്ങളുടെ സീസൺ, ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒറ്റ സീസണേ ഉള്ളൂ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പലരും ഒരു സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പറയുന്ന സമയത്ത് അപ്പൊ ഇത് നമ്മളുടെ ലൈഫിലെല്ലാം ഒരു നിമിത്തങ്ങളാണല്ലോ. അപ്പൊ ഞാൻ ബിഗ് ബോസിന് വന്നിട്ട് അതിനെ നെഗറ്റീവ് എന്ന് പറയുന്ന ഏതാ, ചിലപ്പോ ആ സമയത്ത് ഇതുവരെ മലയാളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വയലൻസ് കാണിക്കുന്ന ഒരു പെണ്ണ് വന്നത് ഞാൻ മേ ബി എന്റെ വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ അത് ഇഷ്ടമല്ലാത്ത പെണ്ണെന്ത് അഹങ്കാരം കാണിക്കുന്നതെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രശ്നമായിരിക്കാം. പക്ഷെ അത് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ വിന്നറായ ആൾക്കും നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്, പോസിറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവിന് റെഡിയാവാ, പോസിറ്റീവിന് റെഡിയാവാന്നുള്ള മാത്രം. കംപ്ലീറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നൊന്നും അങ്ങനെ വലിയ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ, നിങ്ങൾ അറിയാത്ത ആൾക്കാർ, നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ, ഈ രണ്ട് കാറ്റഗറി. നിങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് നിങ്ങൾ ജനുവനാണോ ഇങ്ങനെയാണോ എന്ന് അറിയാൻ പറ്റും. നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ. ഫോമി എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിന്റെ ക്യാരക്ടറിന് പറ്റിയ സ്വതല്ലേ, പക്ഷെ സംവേർ അത് എനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാൽ പോവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു സ്വഭാവത്തിന് പറ്റിയൊരു സാധനം അല്ല അത്. പിന്നെ ഇനിയിപ്പോ ഞാൻ എന്റെ സ്വഭാവം മാറ്റി ഞാൻ നിക്കണമെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സെറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് എന്താ പറയാ, ഇപ്പൊ 24 hours കാണിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഇതും എഡിറ്റഡ് അല്ലേ. ഓരോ കണ്ടസ്റ്റൻസിനും ഒരു യൂട്യൂബ് ചാനൽ പോലെ അവരെ ഫുൾ ടൈം 24 കാണിക്കുന്ന ക്യാമറ ഉണ്ടെങ്കിൽ പോവാം. അതായത് ഒരു കണ്ടസ്റ്റന്റിന് ഫോക്കസ് ചെയ്ത ഒരു ക്യാമറ, അല്ലെങ്കിൽ അയാൾ പോകുന്ന വഴികളിലൂടെ ഒക്കെ എഡിറ്റ് ചെയ്ത് 24 hours അവർ കാണിക്കാൻ തയ്യാറാണെങ്കിൽ പോവാം. കാരണം അവരെന്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെയാക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറിഞ്ഞില്ല, ഞാൻ രണ്ടാമത് കൊണ്ട് ഇറക്കുമ്പോൾ എന്നെ യക്ഷിയായിട്ടാണ് ഇറക്കുന്നത്. ഇവര് പ്രീ പ്ലാൻ ചെയ്തതിലേക്ക് നമ്മൾ കയറിച്ചില്ലോ അല്ലേ. അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റിയൽ ഗെയിം നടക്കുള്ളൂ. അല്ലെങ്കിൽ എഡിറ്റേഴ്സിന് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. ജെനുവിൻ അല്ലാത്ത ഒരാളെ ജെനുവിൻ ആക്കി മാറ്റാനും ജെനുവിൻ ആയ ഒരാളെ എന്താണ് പറയുക പ്രശ്നക്കാരാക്കാനും അവർക്ക് സാധിക്കും. അത് അനുഭവിച്ച ഒരാള് ഇനി ഒരിക്കലും അങ്ങനെ ചെന്ന് കയറി കൊടുക്കില്ല. അപ്പൊ അത് കൃത്യമായിട്ട്
24 hours ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ 16 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ 16 പേരും 24 hours നിങ്ങൾക്ക് ഓരോരുത്തർ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്യാമറ മാറ്റുമല്ലോ. നിങ്ങൾ കാണിക്കാം, അവരെവിടെയാ സെർച്ച് ചെയ്താൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓൺലൈൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആലോചിക്കാം. ഇപ്പോഴും അതിലെ കണ്ടസ്റ്റൻസ് ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും, അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് കണക്ഷൻ അത് ഞാൻ പൊതുവേ എനിക്ക് അതില്ല. എന്റെ ഒരു ഡ്രോബാക്ക് ആണത്. കാരണം ഞാനൊരു ലോകത്തിരുന്ന ആ ലോകത്താണ്. അപ്പോ അവിടുന്ന് പിന്നെ പുറത്തിറങ്ങി ഞാൻ അതിങ്ങനെ അപ്പൊ എന്റെ ഈ സ്വഭാവം അറിയാവുന്ന ലോങ് ടൈം ഫ്രണ്ട്ഷിപ്സ് എനിക്കുള്ളൂ. ഷോർട്ട് ടേമിൽ പെട്ടെന്ന് വന്നിങ്ങനെ അങ്ങനെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങനെ ഞാനല്ല അങ്ങനെയല്ല കോണ്ടാക്ട് ചെയ്യില്ലെന്നല്ല, പക്ഷെ ഒരു സ്പേസ് ഉണ്ടാവും. അവിടെ എവിടെയാണോ നിർത്തി അവിടെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്കൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് പിറകിലോട്ടാണ് അക്കരത്തിൽ. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതായത് ഒരു വിലയിലാവുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര ക്ലോസ് കമ്പനിയാണ്. ഇങ്ങനെ മെസ്സേജ് ചെയ്ത് കോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു എപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇല്ല. പറ്റില്ല എനിക്ക് പറ്റൂല. ഞാൻ അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ഞാൻ അവരോടുള്ള ഒരു എന്റെ മനസ്സിൽ സ്പർശിച്ചിട്ടുള്ള എല്ലാവരും അവരെപ്പോഴാണ് ഇപ്പൊ എന്റെ പഴയ കോളേജ് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ പറയും, എടി നീ പഴയതുപോലെ തന്നെയാണല്ലോ, നിനക്ക് വല്ല മാറ്റമൊന്നുമില്ല. എന്താണ് അങ്ങനെ വേണം. ഞാൻ വെച്ച് നീയൊക്കെ ഭയങ്കര ജാടയായിരിക്കുന്ന പോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവര് പറഞ്ഞ നിനക്കും ഒരു മാറ്റമില്ല, പണ്ടത്തെ അതന്നെ വേണം, എന്ത് ചെയ്യാനാണോ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവരുടെ അടുത്തേക്ക് ആ മൂടാണ്. ഹിമാശങ്കറിന് കേൾക്കുമ്പോ തന്നെ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ റിബൽ ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. ശരിക്കും എന്താണ് ഹിമ? ഞാനൊരു അത്യാവശ്യം റിബൽ ലൈഫിൽ നിന്ന് വന്ന ഒരാളാണ്. കാരണം ആ റിബൽ ആയിരുന്നില്ലെങ്കിൽ ചിലപ്പോ നമ്മള് ഇരിക്കണം ഇവിടെ ഒന്നും ഇരിക്കില്ലായിരുന്നു. ഇപ്പൊ സാധാരണ ഒരു ലൈഫിൽ അത് മോശമാണെന്നല്ല, പക്ഷെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണം. അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പിറകെ പോയതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ രീതിക്ക് ഇരിക്കുന്നത്. അത് അപ്പൊ ആ ഒരു ഫൈറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു നാട്ടിൻപുറത്ത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ പുറത്തേക്ക് ഇറങ്ങി വരാനും ആളുകള് നമ്മൾ പ്രശ്നം ആയിട്ടല്ല ഇവിടെ നിൽക്കുന്നതെന്ന് പറയാൻ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിയാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലും ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ. ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കണ്ണി നോക്കി സംസാരിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഓക്കെ ആരെങ്കിലും സംസാരിക്കുന്ന പേടിച്ചു പോകുന്ന ഒരു പാവം കുട്ടിയുടെ ഇമേജിലേക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് പറ്റൂല. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറൊരാളില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ആ സമയത്ത് എന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യം വരാറില്ല. നെയിം ഈസ് ഇനഫ്. പേടിയൊക്കെ ആൾക്കാർ പേടിച്ചോളും. പിന്നെ അതിൽ നിന്ന് മാറും ആൾക്കാർ. പക്ഷെ ഇവര് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇവര് ഈ ഉദ്ദേശം നല്ല അതൊക്കെ എന്താണ് നമ്മളെ ഇപ്പൊ തന്നെയല്ല ചൊറിഞ്ഞാൽ ചിലപ്പോ മാന്തൂല, അത്രേ ഉള്ളൂ. ഏത് മനുഷ്യനെ മാന്താത്ത. അപ്പൊ ഫോർ മീ എന്നെ സംബന്ധിച്ചോളം ഞാൻ വെക്കുന്ന എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, ദോഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ദോഷം മാത്രം ആളുകള് കാണുകയെന്ന് തോന്നുന്നു അല്ലേ? അത് സി നമ്മളുമായിട്ട് ഒരാളുടെ തലയിൽ ഇപ്പോ ഒരു സാധനം നമ്മളിപ്പോ ദോഷം മാത്രമാണ് ആൾക്കാർ കാണുന്നൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാല് എന്റെ അടുത്ത് വരുമ്പോ സാധാരണ ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നൂല. അത് നല്ലതല്ലേ? അതായത് പൊതുവെ എനിക്ക് അത് പൊതുവെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ വയ്ക്കുന്ന എന്റെ ലൈഫ് ഒരുപാട് സ്പോയിലായി പോവാതിരിക്കാനായിട്ടും എനിക്കത് പേഴ്സണൽ വൈസ് ഒരുപാട് സ്പോയിലായി പോവാതെ ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറാതിരിക്കാനൊക്കെ ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരാള് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ എന്റെ അടുത്ത് ഒന്ന് ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വയ്ക്കുന്ന എന്താ അറിയോ, ഇപ്പൊ ഒരു ഏറ്റവും മഹത്തായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പതുക്കെയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വർക്ക് ആണെങ്കിലും സ്ലോ ആയിട്ട് ഫസ്റ്റ് പെട്ടെന്ന് കത്തുന്നവർ പെട്ടെന്ന് അവസാനിച്ചു പോയിട്ടുണ്ട്. ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ ഞാൻ എന്റെ പേഴ്സണാലിറ്റിയും എന്റെ ട്രോമാസും ഒക്കെ കട്ട് ചെയ്തു അത്യാവശ്യം സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കാം എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മൊത്തത്തില് അലമ്പ് പേഴ്സണാലിറ്റിയുടെ സാധനമാണോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കി അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഐ ഫീൽ ഒരു സ്മൈലാണ്. കാരണം വെച്ചാൽ പൊതുവെ ഞാൻ പാവമാണെങ്കിലും ഞാൻ എന്റെ രീതിക്ക് നടക്കുവാണെങ്കിലും എനിക്ക് ഒരാളും ചോദിക്കാൻ താല്പര്യമില്ലെങ്കിലും ആൾക്കാർ എന്നെ കാണുന്ന ഒത്തിരി പേരോടാണ്. എല്ലാവരും ഒന്നല്ല കേട്ടോ, പക്ഷെ അത് ഭയങ്കര എന്താണ് പറയാ ഗുണമാണ് വേറെ തരത്തില്. ആസ് എ ഫീമെയിൽ അത് മനസ്സിലാവും. നമ്മൾ എന്റെ കൂടെ നടക്കുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒരു പേടിയില്ല, എന്റെ കൂടെ എവിടെ വിടാനും ആൾക്കാർക്ക്
ഓക്കെയാണ്. ഇപ്പൊ എന്റെ അമ്മയാണെങ്കിൽ ഞാനിപ്പോ എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അമ്മ തിരിച്ചു വരുമെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ബാക്കി കാരണം അവർക്ക് പോലും ആ ധൈര്യം ഉണ്ട്, നമ്മൾ എവിടെയാണെങ്കിലും പിടിച്ചെന്നോളാം എന്നുള്ള സാധനമുണ്ട്. അപ്പൊ ഈ ഒരു ബീങ് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസുകൾ വേറെയാണ്. കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ, കാരണം വർക്ക് കൃത്യമായിട്ട് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ സംവേർ നമുക്ക് നമ്മളിപ്പോ പറയില്ലേ പണ്ട് ഈ പറഞ്ഞ പോലെ വാക്ക് കീറിയിട്ടുണ്ടെങ്കിൽ ഇരയും തന്നിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ എന്തിനാണോ വന്നിട്ടുള്ളത് അത് നടത്താതെ നമുക്ക് പോകാൻ പറ്റില്ല, എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വരും. അപ്പൊ അതിപ്പോ ഞാനിപ്പോ ഈ KFC-യുടെ തന്നെ എന്നാണ് അയാൾ അത് സക്സസ്ഫുൾ ആയത്. ഇമ്മീഡിയറ്റ് സക്സസ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്താണ് കുമിളയാണ്, മെയിൻ്റെനൻസ് ആണ് പാട്. ഞാൻ അങ്ങനെ സക്സസ്ഫുൾ ആയെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ എനിക്ക് എന്റെ ഒരുപാട് ടൈം കിട്ടി ചിന്തിക്കാൻ, ഒരുപാട് എന്റെ ട്രോമാസ് കട്ട് ചെയ്യാനൊക്കെ ടൈം കിട്ടി. പിന്നെ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇമേജ് നല്ലതും ചെയ്തിട്ടുണ്ട്, ചീത്ത ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജേർണിയിൽ ഉണ്ടായ ഒരു പ്രോബ്ലം, ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്തായിരിക്കും ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവാത്ത? എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഈ ഇമോഷണൽ സ്ട്രഗിൾസ് ഒന്നും വരാറില്ല. ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും കരഞ്ഞു തീർന്ന് 3-4-മത്തെ ദിവസം ഞാൻ എന്റെ രീതിക്ക് എണീറ്റിരിക്കുന്ന ഒരാളാണ്. അപ്പൊ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതില് 2 പ്രോഗ്രാംസ് എന്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യണമെന്ന്. അപ്പൊ അത് കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഞാൻ അനുഭവിച്ചൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്. അതിനെ ഞാൻ ഡീൽ ചെയ്ത് എനിക്ക് അതിനെ ഡീൽ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ആഫ്റ്റർ കൊറോണ, അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് വന്നു. അപ്പൊ ആ സമയം എനിക്ക് കുറച്ച് എന്നെ കുറെ ചിന്തിപ്പിച്ചിട്ടുണ്ട് വൈ. അല്ലാതെ പൊതുവെ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്, അത് അങ്ങനെ ഇപ്പൊ എങ്ങനെയാ പറയാ. പക്ഷെ നമ്മൾ അതെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടുള്ള അനുഭവങ്ങളാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഉണ്ടായുള്ളതാണ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ ആൾക്കാർക്ക് എന്നെ പേടിയുണ്ടല്ലോ. ഇപ്പൊ ഒരു കടയിൽ, കണ്ണാടിക്കടയിൽ കയറിയത് ഞാൻ. അപ്പൊ ഇയാൾ വന്നിട്ട് എന്താ ഞങ്ങളോട് ദേഷ്യപ്പെടാത്തെ, അതായത് കണ്ണാടിക്കടയുടെ ഓണർ തൃശ്ശൂർ എവിടെയാണുണ്ട്, ഞാൻ ദേഷ്യപ്പെടാനോ അല്ല എന്താ അലമ്പാക്കത്തെ. ഞാൻ പറഞ്ഞു ഞാൻ മനുഷ്യ സ്ത്രീയല്ലേ, ഞാൻ നിങ്ങൾ എന്നെ ചൊറിഞ്ഞു നോക്കാം, അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്ന് റിയാക്ഷൻ തരാം. അല്ലാതെ എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ. അതായത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടുള്ള കുറെ അനുഭവങ്ങൾ. അതായത് ആൾക്കാർക്ക് ഈ പേടി കൊണ്ട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീനെയൊക്കെ പേടി തുടങ്ങിയ ആൾക്കാർ ഡീൽ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാര്. അപ്പൊ എനിക്ക് പൊതുവെ കോമഡിയാണ് പലതും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഞാൻ പൊതുവെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്റെ ഇമോഷൻസ്, അതിപ്പോ എന്നെ നമ്മൾ ഒരാൾ ഹരാസ് ചെയ്യുകയാണെങ്കിലും ആ ഹരാസ്മെന്റിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഡീല് നമ്മൾ സ്ട്രഗിൾ ആവാതെ തിരിച്ചു വരാൻ നമുക്ക് എങ്ങനെ പറ്റി എന്നുള്ളതാണ് ഞാൻ ആസ് എ വുമൻ ഞാൻ കരുതുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ടൈമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ ടൈമാണ്. കാരണം എനിക്ക് തന്നെ എന്നെ മനസ്സിലാവുന്നില്ല, നാട്ടുകാർക്ക് എന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതെന്താണ് ഇവിടെ നടക്കുന്ന, ചൊറിയാൻ വരുന്നവർക്കൊക്കെ ഞാൻ മാന്തി വിടും, അങ്ങനത്തെയൊക്കെ പ്രശ്നമാണ്. അപ്പൊ പക്ഷെ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇതിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കും കാണാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം, നമ്മളുടെ നർച്ചറിങ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോ പിന്നെ ഇതെന്താന്ന് അന്വേഷിച്ചു തുടങ്ങി. അതിനെല്ലാം എനിക്ക് കുറെ സമയം എടുത്തു. അപ്പൊ പിന്നെ ബാക്കി ഞാൻ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ. കാരണം നമ്മള് വിചാരിക്കുന്നതിലധികം കാരണം ഇതിപ്പോ അവിടെ നിക്കണോ ഇവിടെ നിക്കണോ, ഞാനിതെന്താണ്, ഞാൻ അതെന്താണ്, അതിനിടയിൽ ആരെങ്കിലും വന്ന് ചൊറിഞ്ഞാൽ തിരിച്ച് അവർ റിയാക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി കാമാണ്, എന്റെ ട്രോമാസ് ഒക്കെ കുറെ ഞാൻ കട്ട് ചെയ്തു. അപ്പൊ ഫോർ മീ എന്റെ ലൈഫിൽ എനിക്കിനി എന്റെ വർക്കാണ് ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നത്. എന്റെ ട്രാവൽസ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് എങ്ങോട്ട് കോൾ വരുന്നു അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതിനൊക്കെ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രാവൽസിലൊക്കെ ഉള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്നുള്ള അവസ്ഥയാണ്. അപ്പൊ എന്റെ ജോലി ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു പോയിന്റ്. അല്ലാതെ നടക്കൂല എന്നുള്ളൊരു ഡ്രീമാണ്, ഡ്രീം അവസ്ഥയാണ്. ചേച്ചി മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരു സമയത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഒരാളുടെ കൂടെ അങ്ങനെ ഒരു സമയം വരെ
അങ്ങനെ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല ഇതിൽ കുറെ അഡ്ജസ്റ്റ്മെന്റും ചീറ്റിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇതുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ലവ് ഉണ്ടെങ്കിൽ മാത്രമാണത് സക്സസ് ആവുള്ളൂ. അൾട്ടിമേറ്റ്ലി അയാളോട് നമുക്കൊരു ഇതുവരെയും പക്ഷെ ഇപ്പൊ അതൊരു 25 ഒക്കെ വരെയുള്ള എന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഭയങ്കര എനിക്ക് ഒട്ടും വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കുറച്ചും കൂടി എന്റെ ഉള്ളിൽ കുറച്ചും കൂടി അടങ്ങി. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ചിലപ്പോ എനിക്ക് അങ്ങനെ ഒരാളെയൊക്കെ അത് പ്രോപ്പറായിട്ട് നമ്മളുടെ വൈബില് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആവാം എന്നൊക്കെ തോന്നാം. അപ്പൊ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്റെ വർക്കാണ് മെയിൻ ആയിട്ട്. കാരണം ഇമ്പോർട്ടന്റ്. കാരണം വർക്കിലും അതിലെല്ലാത്തിലും ഞാൻ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് 100% കൊടുക്കും. അപ്പൊ ചിലപ്പോ എപ്പോഴും ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാവുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ചും കൂടി സ്പിരിച്വൽ ഒക്കെ ആയിട്ടുള്ള ഒരാൾക്കൊക്കെ എന്നെ മാനേജ് ചെയ്യാൻ തോന്നുന്നു. അറിയില്ല. അമ്മ അപ്പൊ എന്താണ് പറയാ? അവർക്കൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ചെറുപ്പത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അച്ഛൻ പറഞ്ഞു നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോവാ. പണ്ട് എന്താണ് പറയാ 10ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് പ്രേമിച്ച കാലൊക്കെ വെട്ടിക്കളയെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ നീ ആരെങ്കിലും കൊണ്ടുപോകാൻ മോളെ പ്രേമിക്കാൻ. അച്ഛൻ ആരും പ്രേമിക്കണില്ല, അച്ഛൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫോർ മീ അവർക്ക് തന്നെ അറിയാം എന്റെ സ്വഭാവത്തിന് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ആളാണ് പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും. അപ്പൊ പിന്നെ ഞാൻ വെച്ചാൽ എല്ലാവരും കല്യാണം കഴിക്കണുണ്ടല്ലോ, കല്യാണം കഴിക്കട്ടെ. അപ്പൊ അവര് നമുക്ക് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് എന്റെ. പിന്നെ ഒരാളെ വേണമെങ്കിൽ അങ്ങനെ ഒരാള് വരണമെങ്കിൽ വരും. ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്തെങ്കിലും റിഗ്രറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റിഗ്രറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ സംഭവിച്ചതിലൊന്നും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. പിന്നെ ആലോചിച്ച് പോയപ്പോ കുറച്ചും കൂടി ഫിനാൻഷ്യലി സെക്യൂർ ചെയ്യായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കാരണം അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഒരു തോന്നലുണ്ട്. കാരണം അതിന്റെ പറയാണല്ലോ എല്ലാവരും പായുന്നത്. പക്ഷെ അത് ഏത് സമയത്തും നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ആ ഒരു സമയത്ത് അത് മാത്രമേ ഉള്ളൂ കുറച്ച് റിഗ്രറ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടാണ്. ഞാൻ ഈ കൊറോണ വരേക്കും ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ചൊരു ഇഷ്യൂ ആയിട്ട് അത് വന്നത്. സോ അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ അത് മാത്രമേ ഉള്ളൂ റിഗ്രറ്റ്. അതൊക്കെ പിന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു തോന്നൽ തന്നെയാണ്. പിന്നെ ഈ ട്രാവലിംഗിലേക്ക് തിരിഞ്ഞത് ഏത് മൊമെന്റിലാണ്? തിരിഞ്ഞതല്ല, ഇങ്ങനെ തനിയെ ഇപ്പൊ ഇപ്പോ നാടകത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ തനിയെ പോകാൻ മിക്കതിലും ഞാൻ ഒറ്റ പെങ്കൊച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇതിലെല്ലാത്തിലും ഇങ്ങനെ എന്താണ് പറയാ ആൾക്കാരെ ഡീൽ ചെയ്ത് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കംഫർട്ടായി അത്യാവശ്യം. അപ്പൊ ഇന്ത്യയിലാണ് ഞാൻ പോയിട്ടുള്ളൂ. അപ്പൊ പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഇപ്പൊ എന്തിനാണോ എനിക്ക് കോള് ഫീൽ ചെയ്യും. ഇപ്പൊ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ട്രാവലിനായി പോയത് കാശിയിലാണ്. അപ്പൊ അമ്മ ചോദിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു തിരിച്ചു വരും. അപ്പൊ അവിടെ പോയപ്പോ അങ്ങനെ ആ ഒരു വൈബ്, അവിടുത്തെ ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടെന്നല്ല, നമുക്ക് അവിടെ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പൊ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ആൾക്കാരെ നമ്മളെ കാണുന്ന വഴിയല്ല, വേറെ ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോഴും അവര് നമ്മുടെ എനർജീനെ റിസീവ് ചെയ്യണം. അവർക്ക് നമ്മളെ അറിയില്ലല്ലോ. അപ്പൊ വാട്ട് ഈസ് അവർ എനർജി, അതിനെയാണ് അവര് എന്താണ് റെസ്പ്രോക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്കിടാവുന്ന അനുഭവങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് പറയാ നമ്മള് ലൈഫ് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ട്രാവൽ എന്ന് പറയുന്നത് എനിക്ക് റിഫ്രഷ്മെന്റ് ആണ്. ട്രാവൽ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഒരു മൂവിങ് അപ്പാണ്. അപ്പൊ എനിക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ പോകാനായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാലൊക്കെ ചിലപ്പോ അല്ലെങ്കിൽ ട്രാവലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അപ്പോൾ അവിടേക്ക് പോകാൻ തോന്നും. ഇപ്പൊ കുംഭമേള എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഹരിദ്വാറിൽ. അപ്പൊ എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് ഒന്നുമില്ല, എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇതെന്താന്ന് കുറിച്ച്. ഞാൻ അവിടെ ഇങ്ങനെ നടന്നപ്പോ ശരിക്കും ഒരു കുംഭമേളയിൽ പങ്കെടുക്കണം എന്ന് അന്ന് തീരുമാനിച്ചതാണ്. ഇപ്രാവശ്യം ഞാൻ 21 days അവിടെ പോയിരുന്നു. അതും അങ്ങനെ മലയാളികളുള്ള സ്ഥലത്തല്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ട്രാവലിലൂടെ പരിചയപ്പെട്ട ആൾക്കാർ ത്രൂ ആണ് ഞാൻ അവിടെ പോയത്. അപ്പൊ മലയാളീസ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് വളരെ കുറച്ച് മലയാളികളെ കണ്ടു. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ കോൾ ചെയ്യും, നമ്മളെ വിളിക്കും. ഇപ്പൊ ഇനി അടുത്തത് ഈ കുംഭമേളയിൽ നിന്നുള്ള ഒരു 2-3 തോട്ടിൽ ഒരു 2-3 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആദി കൈലാസം, പിന്നെ ഓം പർവത്,
അപ്പൊ അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? മീൻസ് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് എനിക്ക് ഞാൻ കുറച്ചും കൂടി, ഞാൻ പറയാം, കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ട് പീസ്ഫുള്ളും അല്ലെങ്കിൽ ആണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ബീച്ചില് ഉം, ഞാൻ ഇതുവരെയും അങ്ങനെ ആ, വെറുതെ ആരും ഇല്ലെങ്കിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കംഫർട്ട് ആയിരിക്കാം. പക്ഷെ അല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങനെ ഞാൻ ഇതുവരെയും എനിക്ക് ആ ബീച്ച് എൻജോയ് ചെയ്യാനുള്ളൊരു ഓക്കെ. ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഇഷ്ടമാണ് ഇരിക്കാനൊക്കെ, പക്ഷെ ആ കാറ്റിട്ടിരിക്കാനോ, പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു ബീച്ചിന് ഒറ്റയ്ക്ക് പോയിരിക്കാനൊക്കെ ഉള്ള ഒരു മൂഡൊന്നും ഇല്ല. ഇല്ല. ഇപ്പൊ ഈ ഓക്കെ. ഗംഗയുടെ ബീച്ചിലൊക്കെ പോയിരുന്നിട്ടുണ്ട്, അവിടെയൊക്കെ കംഫർട്ടാണ്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് പോയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടം ഈ ഇങ്ങനത്തെ ഹിൽ ഏരിയാസ് ഒക്കെയാണ്. ഹിമാലയം അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതിപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കോള് കിട്ടുമ്പോഴാണ് പോകുന്നത് കേട്ടോ. ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിയലൈസേഷൻസ് വരും എന്ന് പറയുന്നത് അത് സത്യമാണോ? ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ ചിലപ്പോ പേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ഔട്ട്സൈഡ് ഇമേജ് കൊണ്ട് കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഉള്ളവർക്ക് നമ്മളറിയില്ല അവർ നല്ലതാവും ചീത്തയാവും. ഇപ്പൊ എന്റെ അടുത്തേക്ക് ഒരാൾ വരാത്തത് ചിലപ്പോ പേടിച്ചിട്ട് വരാത്തതായിരിക്കാം, ചിലപ്പോ വേണ്ട അഹങ്കാരിയാന്ന് വെച്ചിട്ട് വരാത്തതായിരിക്കാം. പക്ഷെ അവിടെ അങ്ങനെ ഒരു ബാരിയർ ഇല്ലല്ലോ, അവിടെ പ്രീ ജഡ്ജ്മെന്റിന്റെ ബാരിയർ ഇല്ല അവിടെ. ഇല്ല. ഉം. അപ്പൊ അവര് നമ്മുടെ അടുത്തേക്ക് വന്ന് അതിന് ഓപ്പൺ മൈൻഡ് ആയിരിക്കും, നല്ലവരുണ്ടോ ചീത്തവരുണ്ടോ. അപ്പൊ നമ്മുടെ ടോട്ടൽ ബോഡിയാണ് തീരുമാനിക്കണേ ഇവര് നല്ലതാണോ ചീത്തയാണോ. ചീത്തയാണ്. ഉം. നമ്മുടെ ടോട്ടൽ ബോഡി മൈൻഡ് സെറ്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫോക്കസ് മൊത്തം ഇവരിലായിരുന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, എന്താ പറയാ, ഇവര് നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ. അപ്പൊ നമ്മുടെ ഫോക്കസ് മൊത്തം അവരായിരിക്കും. നേരെ മറിച്ച് നമ്മള് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വരുമായിരിക്കും, പക്ഷെ നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാം. നമ്മുടെ എനർജി നമ്മൾ ഇതൊന്നും അറിയാത്ത ആൾ. അപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ട്രാവലിലാണ് കേട്ടോ എന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ പോയത്. ട്രാവലാണ്. ഓക്കെ. ഒറ്റയ്ക്കുള്ള ട്രാവലുകളിലാണ് ഒരുപാട് പേര് മീറ്റ് ചെയ്ത് നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ വേഴ്സ് ആയിട്ട്, നമ്മളെക്കാൾ നല്ല, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുമുട്ടിയതൊക്കെ ട്രാവലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇനി എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും മേജർ പങ്ക് വഹിച്ചിട്ടുള്ളത് ട്രാവലാണ്. ഇനിയും കണ്ടിന്യൂ ചെയ്യും ട്രാവലിംഗ്? ഞാൻ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വർക്ക് ഇനി ഒന്ന് സെറ്റായി ഞാനൊന്ന് ട്രാക്കിൽ കയറുന്നവരെ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർക്കിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ഒരു ട്രാവൽ ചെയ്യാം. അങ്ങനെ ട്രാവൽ ആൻഡ് വർക്ക് എന്നുള്ളൊരു മോഡാണ് ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ. എനിക്ക് എപ്പോഴും ഒരു സ്പേസിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലൈഫല്ലേ, അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പിന്നെ ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്നത് അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും ഐ വിൽ ഗിവ് എ ടൈം ഫോർ ട്രാവൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് അലിഗേഷൻസും ഒരുപാട് കാര്യങ്ങളും ഈ ഇടക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഓരോ ആർട്ടിസ്റ്റിന്റെ എതിരെ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരിടക്ക് വന്നായിരുന്നു. ഒന്നിനോടും റിയാക്ട് ചെയ്യാതെ ചേച്ചി ഇരിക്കുന്നത് പോലെ തോന്നി. ഒരിടക്ക് നന്നായി റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്. അല്ല, എന്തുകൊണ്ടാണെന്നറിയോ, ഞാനിപ്പോ ഒരു തവണ ഞാൻ റിയാക്ട് ചെയ്തിട്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ കണ്ടാണ്. അന്ന് അവിടെ ആരും റിയാക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈവൻ WCC പോലും ഉണ്ടായിരുന്നില്ല എനിക്കൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തപ്പോ. അപ്പോ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു 10-100 ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് വീണ്ടും പോയി പണി വാങ്ങിക്കണം? നമുക്ക് ഓൾറെഡി ഇതിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു ഇമ്പാക്ട് എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഇനിയും പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ. ബാക്കിയാണ് ഞാൻ അതിനോടുള്ള എന്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ കട്ട് ചെയ്തു. എനിക്ക് ആ സമയത്ത് ഇവരൊക്കെ വർക്കിൽ ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ, ഇനി ആ വർക്കിൽ ഫോക്കസ് ചെയ്യട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്. ഐ ഗേവ് മൈ ടൈം. എന്റെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്, എന്റെ ലൈഫിന്റെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ആരെയും നന്നാക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ ഇതെല്ലാത്തിനും ഓരോ ഗെയിമിന്റെ പിന്നാമ്പറ കഥകൾ. അപ്പൊ ഇതൊക്കെ മനസ്സിലായി, സിനിമ എഴുതാനുള്ള വകുപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോ ഇനി ഒരു ഡ്രീം എന്ന് പറഞ്ഞാല് സിനിമയാണ്, ഡയറക്ഷനാണ്, ആക്ടിംഗ് ആണ് അല്ലെ? വർക്കാണ് കൂടുതലും. കാരണം അത്രയും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അത്രയും ടൈം ഞാൻ നല്ലതിനും എന്താണ് പറയാ എന്റേതായ ഒരു
ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇനി ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ലൈഫ് സ്പോയിൽ ആയി പോകും. ഓക്കെ. അപ്പൊ ഇനി ഫോക്കസ് ചെയ്യാതെ പറ്റില്ല. അപ്പൊ ഇനി വർക്ക് തന്നെയാണ് കൂടുതലും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു മൂവി ഞങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് എത്തട്ടെ. താങ്ക് ആൻഡ് ഒരു എന്താ പറയാ, ഒരു അടിപൊളി ക്യാരക്ടറൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് സ്ക്രീനിൽ കാണാൻ യു. പറ്റട്ടെ. നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം അതെ. ബ്രേക്ക് ആയിട്ട് പറയട്ടെ എന്ന് അതെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ആശ്വസിക്കുന്നു. അതെ, ഞാനും ദാറ്റ്സ് വിഷസ്. താങ്ക് യു. ഓക്കെ മാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നല്ലൊരു എന്താണ് ഒരു സിമ്പിൾ ആൻഡ് നൈസ് ടോക്ക് ആയിരുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് താങ്ക് യു. യു സോ മച്ച്. Okay. ബൈ.